ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാചകങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അവർ ഒരു അവധിക്കാല യാത്ര പദ്ധതിയിടുന്നു. ദേ ആർ പ്ലാനിങ് എ വെക്കേഷൻ ട്രിപ്പ്. അവധിക്കാലം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെക്കേഷൻ. യാത്ര, ട്രിപ്പ്. പദ്ധതിയിടുക അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുക, പ്ലാൻ. ദേ ആർ പ്ലാനിങ് എ വെക്കേഷൻ ട്രിപ്പ്. അവർ ഒരു അവധിക്കാല യാത്ര പദ്ധതിയിടുന്നു. അവൻ തൻ്റെ കണക്ക് പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. ഹീ ഈസ് സ്റ്റഡിങ് ഫോർ ഹിസ് മാത്സ് ടെസ്റ്റ്. കണക്ക് പരീക്ഷ, മാത്സ് ടെസ്റ്റ്. പഠിക്കുക, സ്റ്റഡി. ഹീ ഈസ് സ്റ്റഡിങ് ഫോർ ഹിസ് മാത്സ് ടെസ്റ്റ്. അവൻ തൻ്റെ കണക്ക് പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. ആ ആൺകുട്ടി വളരെ വികൃതിയാണ്. ദാറ്റ് ബോയ് ഈസ് നോട്ടി. ആൺകുട്ടി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബോയ്. വികൃതി, നോട്ടി. ദാറ്റ് ബോയ് ഈസ് വെരി നോട്ടി. ആ ആൺകുട്ടി വളരെ വികൃതിയാണ്. അവൾ അടുക്കള ചായം പൂശുന്നു. ഷീ ഈസ് പെയിൻറ്റിങ് ദ കിച്ചൺ. അടുക്കള എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കിച്ചൺ. ചായം അടിക്കുക അല്ലെങ്കിൽ ചായം പൂശുക, പെയിൻറ്റ്. ഷീ ഈസ് പെയിൻറ്റിങ് ദ കിച്ചൺ. അവൾ അടുക്കള ചായം പൂശുന്നു. അവൻ ഫുട്ബോളിൻ്റെ വലിയ ആരാധകനാണ്. ഹീസ് എ ബിഗ് ഫാൻ ഓഫ് ഫുട്ബോൾ. വലിയ ആരാധകൻ, ബിഗ് ഫാൻ. ഹീസ് എ ബിഗ് ഫാൻ ഓഫ് ഫുട്ബോൾ. അവൻ ഫുട്ബോളിൻ്റെ വലിയ ആരാധകനാണ്. ബേക്കറിയിൽ എല്ലാ ദിവസവും പുതിയ ബ്രെഡുണ്ട്. ദ ബേക്കറി ഹാസ് ഫ്രഷ് ബ്രെഡ് എവറി ഡേ. എല്ലാ ദിവസവും എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എവറി ഡേ. പുതിയ, ഫ്രഷ്. ദ ബേക്കറി ഹാസ് ഫ്രഷ് ബ്രെഡ് എവറി ഡേ. ബേക്കറിയിൽ എല്ലാ ദിവസവും പുതിയ ബ്രെഡുണ്ട്. അവൾ സ്പാനിഷ് സംസാരിക്കാൻ പഠിക്കുന്നു. ഷീ ഈസ് ലേണിംഗ് ടു സ്പീക്ക് സ്പാനിഷ്. സംസാരിക്കുക, സ്പീക്ക്. പഠിക്കുക, ലേൺ. ഷീ ഈസ് ലേണിംഗ് ടു സ്പീക്ക് സ്പാനിഷ്. അവൾ സ്പാനിഷ് സംസാരിക്കാൻ പഠിക്കുന്നു. അവർ ഒരു റോഡ് യാത്ര പോകുന്നു. ദേ ആർ ഗോയിങ് ഓൺ എ റോഡ് ട്രിപ്പ്. റോഡ് യാത്ര എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റോഡ് ട്രിപ്പ്. പോകുക, ഗോ. ദേ ആർ ഗോയിങ് ഓൺ എ റോഡ് ട്രിപ്പ്. അവർ ഒരു റോഡ് യാത്ര പോകുന്നു. അവൻ ഒരു പുതിയ പ്രൊജക്റ്റിൽ പ്രവർത്തിക്കുന്നു. ഹീ ഈസ് വർക്കിംഗ് ഓൺ എ ന്യൂ പ്രോജക്റ്റ്. പുതിയ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ന്യൂ. പ്രോജക്റ്റ്, പദ്ധതി. പ്രവർത്തിക്കുക, വർക്ക്. ഹീ ഈസ് വർക്കിംഗ് ഓൺ എ ന്യൂ പ്രോജക്റ്റ്. അവൻ ഒരു പുതിയ പ്രോജക്റ്റിൽ പ്രവർത്തിക്കുന്നു. ഒരു പിക്നിക്കിന് അനുയോജ്യമായ കാലാവസ്ഥയാണ്. ദ വെദർ ഈസ് പെർഫെക്റ്റ് ഫോർ എ പിക്നിക്. അനുയോജ്യമായ, പെർഫെക്റ്റ്. കാലാവസ്ഥ, വെദർ. ദ വെദർ ഈസ് പെർഫെക്റ്റ് ഫോർ എ പിക്നിക്. ഒരു പിക്നിക്കിന് അനുയോജ്യമായ കാലാവസ്ഥയാണ്. അവൾ പാടുന്നത് പരിശീലിക്കുന്നു. ഷീ ഈസ് പ്രാക്ടീസിങ് ഹെർ സിംഗിങ്. പാടുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സിംഗ്. പരിശീലിക്കുക, പ്രാക്ടീസ്. ഷീ ഈസ് പ്രാക്ടീസിങ് ഹെർ സിംഗിങ്. അവൾ പാടുന്നത് പരിശീലിക്കുന്നു. ഇവൻറ്റുകൾ സംഘടിപ്പിക്കുന്നതിൽ അവൾ വളരെ മിടുക്കിയാണ്. ഷീ ഈസ് വെരി ഗുഡ് അറ്റ് ഓർഗനൈസിങ് ഇവൻറ്റ്സ്. പരിപാടികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇവൻറ്റ്സ്. സംഘടിപ്പിക്കുക, ഓർഗനൈസ്. മിടുക്ക്, ഗുഡ് അറ്റ്. ഷീ ഈസ് വെരി ഗുഡ് അറ്റ് ഓർഗനൈസിങ് ഇവൻറ്റ്സ്. ഇവൻറ്റ്സുകൾ സംഘടിപ്പിക്കുന്നതിൽ അവൾ വളരെ മിടുക്കിയാണ്. അവൻ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നു. ഹീ ഈസ് ലേണിംഗ് അബൌട്ട് ഏൻഷ്യൻ ഹിസ്റ്ററി. പ്രാചീന ചരിത്രം, ഏൻഷ്യൻ ഹിസ്റ്ററി. പഠിക്കുക, ലേൺ. ഹീ ഈസ് ലേണിംഗ് അബൌട്ട് ഏൻഷ്യൻ ഹിസ്റ്ററി. അവൻ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നു. പൂന്തോട്ടം നിറയെ പച്ചക്കറികളാണ്. ദ ഗാർഡൻ ഈസ് ഫുൾ ഓഫ് വെജിറ്റബിൾസ്. പൂന്തോട്ടം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗാർഡൻ. പച്ചക്കറികൾ, വെജിറ്റബിൾസ്. നിറയെ, ഫുൾ ഓഫ്. ദ ഗാർഡൻ ഈസ് ഫുൾ ഓഫ് വെജിറ്റബിൾസ്. പൂന്തോട്ടം നിറയെ പച്ചക്കറികളാണ്. അവൾ അവളുടെ ഡ്രോയിങ് പരിശീലിക്കുന്നു. ഷീ ഈസ് പ്രാക്ടീസിങ് ഹെർ ഡ്രോയിങ്. പരിശീലിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രാക്ടീസ്. ഷീ ഈസ് പ്രാക്ടീസിങ് ഹെർ ഡ്രോയിങ്. അവൾ അവളുടെ ഡ്രോയിങ് പരിശീലിക്കുന്നു. അവർ ഒരു കുടുംബ സംഗമം പദ്ധതിയിടുന്നു. ദേ ആർ പ്ലാനിങ് എ ഫാമിലി റീയൂണിയൻ. കുടുംബ സംഗമം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫാമിലി റീയൂണിയൻ. പദ്ധതിയിടുക, പ്ലാൻ. ദേ ആർ പ്ലാനിങ് എ ഫാമിലി റീയൂണിയൻ. അവർ ഒരു കുടുംബ സംഗമം പദ്ധതിയിടുന്നു. അവൻ കെമിസ്ട്രി പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. ഹീ സ്റ്റഡിങ് ഫോർ ഹിസ് കെമിസ്ട്രി എക്സാം. പരീക്ഷ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എക്സാം. പഠിക്കുക, സ്റ്റഡി. ഹീ ഈസ് സ്റ്റഡിങ് ഫോർ ഹിസ് കെമിസ്ട്രി എക്സാം. അവൻ കെമിസ്ട്രി പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. നായ നടക്കാൻ ഇഷ്ടപ്പെടുന്നു.
ദ ഡോഗ് ലവ്സ് ഗോയിങ് ഫോർ വാക്സ്. നായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡോഗ്. നടക്കുക വാക്ക്. ഇഷ്ടപ്പെടുക ലവ്. ദ ഡോഗ് ലവ്സ് ഗോയിങ് ഫോർ വാക്സ്. നായ നടക്കാൻ ഇഷ്ടപ്പെടുന്നു. അവൾ വളരെ കഴിവുള്ള ഒരു കലാകാരിയാണ്. ഷീ ഈസ് എ വെരി ടാലൻറ്റഡ് ആർട്ടിസ്റ്റ്. വളരെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെരി. കഴിവുള്ള ടാലൻറ്റഡ്. കലാകാരി ആർട്ടിസ്റ്റ്. ഷീ ഈസ് എ വെരി ടാലൻറ്റഡ് ആർട്ടിസ്റ്റ്. അവൾ വളരെ കഴിവുള്ള ഒരു കലാകാരിയാണ്. അവർ ഇന്ന് ഒരു പുതിയ മ്യൂസിയം സന്ദർശിക്കുന്നു. ദേ ആർ വിസിറ്റിംഗ് എ ന്യൂ മ്യൂസിയം ടുഡേ. ഇന്ന് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടുഡേ. പുതിയ മ്യൂസിയം ന്യൂ മ്യൂസിയം. സന്ദർശിക്കുക വിസിറ്റ്. ദേ ആർ വിസിറ്റിംഗ് എ ന്യൂ മ്യൂസിയം ടുഡേ. അവർ ഇന്ന് ഒരു പുതിയ മ്യൂസിയം സന്ദർശിക്കുന്നു. അവനൊരു മരപ്പണി പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്നു. ഹി ഈസ് വർക്കിംഗ് ഓൺ എ വുഡ് വർക്കിംഗ് പ്രോജക്റ്റ്. മരപ്പണി പ്രോജക്റ്റ്, വുഡ് വർക്കിംഗ് പ്രോജക്റ്റ്. ജോലി ചെയ്യുക വർക്ക്. ഹി ഈസ് വർക്കിംഗ് ഓൺ എ വുഡ് വർക്കിംഗ് പ്രോജക്റ്റ്. അവനൊരു മരപ്പണി പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്നു. ഇന്ന് വളരെ വെയിൽ നിറഞ്ഞ കാലാവസ്ഥയാണ്. ദ വെദർ ഈസ് വെരി സണ്ണി ടുഡേ. വളരെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെരി. കാലാവസ്ഥ വെദർ. ദ വെദർ ഈസ് വെരി സണ്ണി ടുഡേ. ഇന്ന് വളരെ വെയിൽ നിറഞ്ഞ കാലാവസ്ഥയാണ്. അവൾ വയലിൻ വായിക്കാൻ പഠിക്കുന്നു. ഷീ ഈസ് ലേണിംഗ് ടു പ്ലേ ദ വയലിൻ. വായിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലേ. പഠിക്കുക ലേൺ. ഷീ ഈസ് ലേണിംഗ് ടു പ്ലേ ദ വയലിൻ. അവൾ വയലിൻ വായിക്കാൻ പഠിക്കുന്നു. അവൻ വളരെ വേഗതയുള്ള ഒരു സൈക്ലിസ്റ്റാണ്. ഹി ഈസ് എ വെരി ഫാസ്റ്റ് സൈക്ലിസ്റ്റ്. വളരെ വേഗതയുള്ള വെരി ഫാസ്റ്റ്. ഹി ഈസ് എ വെരി ഫാസ്റ്റ് സൈക്ലിസ്റ്റ്. അവൻ വളരെ വേഗതയുള്ള ഒരു സൈക്ലിസ്റ്റാണ്. പുസ്തകശാലയിൽ യാത്രയെക്കുറിച്ചുള്ള ഒരു പുതിയ വിഭാഗമുണ്ട്. ദ ബുക്ക് ഷോപ്പ് ഹാസ് എ ന്യൂ സെക്ഷൻ ഓൺ ട്രാവൽ. പുസ്തകശാല എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബുക്ക് ഷോപ്പ്. യാത്ര ട്രാവൽ. പുതിയ ന്യൂ. വിഭാഗം സെക്ഷൻ. ദ ബുക്ക് ഷോപ്പ് ഹാസ് എ ന്യൂ സെക്ഷൻ ഓൺ ട്രാവൽ. പുസ്തകശാലയിൽ യാത്രയെക്കുറിച്ച് ഒരു പുതിയ വിഭാഗമുണ്ട്. അവൾ അവളുടെ ഫോട്ടോഗ്രാഫി പരിശീലിക്കുന്നു. ഷീ ഈസ് പ്രാക്ടീസിങ് ഹെർ ഫോട്ടോഗ്രാഫി. പരിശീലിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രാക്ടീസ്. ഷീ ഈസ് പ്രാക്ടീസിങ് ഹെർ ഫോട്ടോഗ്രാഫി. അവൾ അവളുടെ ഫോട്ടോഗ്രാഫി പരിശീലിക്കുന്നു. അവർ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഒരു യാത്ര പദ്ധതിയിടുന്നു. ദേ ആർ പ്ലാനിങ് എ ട്രിപ്പ് ടു ദ റൂറൽ സൈഡ്. ഗ്രാമപ്രദേശം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റൂറൽ സൈഡ്. യാത്ര ട്രിപ്പ്. പദ്ധതിയിടുക പ്ലാൻ. ദേ ആർ പ്ലാനിങ് എ ട്രിപ്പ് ടു ദ റൂറൽ സൈഡ്. അവർ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഒരു യാത്ര പദ്ധതിയിടുന്നു. അവൻ ഭൗതിക ശാസ്ത്ര പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. ഹീ ഈസ് സ്റ്റഡിങ് ഫോർ ഹിസ് ഫിസിക്സ് എക്സാം. ഭൗതിക ശാസ്ത്രം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫിസിക്സ്. പരീക്ഷ എക്സാം. പഠിക്കുക സ്റ്റഡി. ഹീ ഈസ് സ്റ്റഡിങ് ഫോർ ഹിസ് ഫിസിക്സ് എക്സാം. അവൻ ഭൗതിക ശാസ്ത്ര പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. പൂച്ച മരങ്ങൾ കയറാൻ ഇഷ്ടപ്പെടുന്നു. ദ ക്യാറ്റ് ലവ്സ് ടു ക്ലൈംബ് ട്രീസ്. പൂച്ച എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ക്യാറ്റ്. മരങ്ങൾ ട്രീസ്. കയറുക ക്ലൈംബ്. ഇഷ്ടപ്പെടുക ലവ്. ദ ക്യാറ്റ് ലവ്സ് ടു ക്ലൈംബ് ട്രീസ്. പൂച്ച മരങ്ങൾ കയറാൻ ഇഷ്ടപ്പെടുന്നു. അവൾ ഒരു ഭൂപ്രകൃതി വരയ്ക്കുകയാണ്. ഷീ ഈസ് ഡ്രോയിങ് എ ലാൻഡ്സ്കേപ്പ്. ഭൂപ്രകൃതി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലാൻഡ്സ്കേപ്പ്. വരയ്ക്കുക ഡ്രോ. ഷീ ഈസ് ഡ്രോയിങ് എ ലാൻഡ്സ്കേപ്പ്. അവൾ ഒരു ഭൂപ്രകൃതി വരയ്ക്കുകയാണ്. ബേക്കറിയിൽ സ്വാദിഷ്ടമായ കേക്കുകളുണ്ട്. ദ ബേക്കറി ഹാസ് ഡെലീഷ്യസ് കേക്ക്സ്. സ്വാദിഷ്ടമായ ഡെലീഷ്യസ്. ദ ബേക്കറി ഹാസ് ഡെലീഷ്യസ് കേക്ക്സ്. ബേക്കറിയിൽ സ്വാദിഷ്ടമായ കേക്കുകളുണ്ട്. അവർ ഒരു സംഗീതോത്സവത്തിന് പോകുന്നു. ദേ ആർ ഗോയിങ് ടു എ മ്യൂസിക് ഫെസ്റ്റിവൽ. സംഗീതോത്സവം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മ്യൂസിക് ഫെസ്റ്റിവൽ. പോകുക ഗോ. ദേ ആർ ഗോയിങ് ടു എ മ്യൂസിക് ഫെസ്റ്റിവൽ. അവർ ഒരു സംഗീതോത്സവത്തിന് പോകുന്നു. അവൻ ഒരു പുതിയ ആപ്പിൽ പ്രവർത്തിക്കുകയാണ്. ഹീ ഈസ് വർക്കിംഗ് ഓൺ എ ന്യൂ ആപ്പ്. പുതിയ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ന്യൂ. പ്രവർത്തിക്കുക വർക്ക്. ഹീ ഈസ് വർക്കിംഗ് ഓൺ എ ന്യൂ ആപ്പ്. അവനൊരു പുതിയ ആപ്പിൽ പ്രവർത്തിക്കുകയാണ്. പൂന്തോട്ട പരിപാലനത്തിന് അനുയോജ്യമായ കാലാവസ്ഥയാണ്. ദ വെദർ ഈസ് പെർഫെക്റ്റ് ഫോർ ഗാർഡനിങ്. പൂന്തോട്ട പരിപാലനം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗാർഡനിങ്. അനുയോജ്യമായ പെർഫെക്റ്റ്. കാലാവസ്ഥ വെദർ. ദ വെദർ ഈസ് പെർഫെക്റ്റ് ഫോർ ഗാർഡനിങ്. പൂന്തോട്ട പരിപാലനത്തിന് അനുയോജ്യമായ കാലാവസ്ഥയാണ്. അവൾ എഴുതുന്നതിൽ വളരെ മിടുക്കിയാണ്.
ഷീ ഈസ് വെരി ഗുഡ് അറ്റ് റൈറ്റിംഗ്. വളരെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വെരി. എഴുതുക, റൈറ്റ്. ഷീ ഈസ് വെരി ഗുഡ് അറ്റ് റൈറ്റിംഗ്. അവൾ എഴുതുന്നതിൽ വളരെ മിടുക്കിയാണ്. അവൻ ആധുനിക കലയെക്കുറിച്ച് പഠിക്കുകയാണ്. ഹീ ഈസ് ലേണിംഗ് അബൌട്ട് മോഡേൺ ആർട്ട്. ആധുനിക കല എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മോഡേൺ ആർട്ട്. പഠിക്കുക, ലേൺ. ഹീ ഈസ് ലേണിംഗ് അബൌട്ട് മോഡേൺ ആർട്ട്. അവൻ ആധുനിക കലയെക്കുറിച്ച് പഠിക്കുകയാണ്. അവൾ അവളുടെ നൃത്തച്ചുവടുകൾ പരിശീലിക്കുന്നു. ഷീ ഈസ് പ്രാക്ടീസിങ് ഹെർ ഡാൻസ് മൂവ്സ്. നൃത്തച്ചുവടുകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡാൻസ് മൂവ്സ്. പരിശീലിക്കുക, പ്രാക്ടീസ്. ഷീ ഈസ് പ്രാക്ടീസിങ് ഹെർ ഡാൻസ് മൂവ്സ്. അവൾ അവളുടെ നൃത്തച്ചുവടുകൾ പരിശീലിക്കുന്നു. നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസിയാക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.